നമസ്കാരം. ബ്രഹ്മയുഗം എന്ന സിനിമയുടെ റിവ്യൂ ആണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു വന്നുണ്ടെങ്കിലും വലിയ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, ഉദ്വേഗജനകമായിട്ടുള്ള ഒരു കാത്തിരിപ്പ് പോലും ഉണ്ടായിരുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം. അത് തിയേറ്ററിലേക്ക് വരുന്നതിന് മുൻപ് കുറേയധികം സംശയങ്ങൾ എല്ലാ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. നമ്മളുടെ ചില പ്രതീക്ഷകൾ, നമ്മളുടെ ചില ഡീകോഡിങ്ങുകൾ, ഒത്തിരി വലിയ ഭാരവുമായിട്ടാണ് ഓരോ വ്യക്തിയും തിയേറ്ററിലേക്ക് പോയത് എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമയെക്കുറിച്ചിട്ടും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ടുമൊക്കെ സിനിമ റിലീസിന് എത്തുന്നതിന് മുൻപ് തന്നെ കറക്റ്റ് ഒരു പിക്ചർ നൽകിയിരുന്നു. ആ ഒരു പിക്ചർ എന്ന് പറയുന്ന സമയത്ത് സിനിമയുടെ തുടക്കത്തിലും അതേപോലെ തന്നെ പ്രൊമോഷൻ ഇന്റർവ്യൂകളിലും ഒക്കെ പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോൺ എന്ന് പറയുന്നത്. അത് നമ്മളെ ഒട്ടും ബാധിക്കത്തില്ല, നമ്മളത് ചിന്തിക്കുന്ന പോലുമില്ല. ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലാതെ നമ്മൾക്ക് കാണാൻ തോന്നത്തില്ല. സിനിമയുടെ തുടക്കത്തിൽ അത് എഴുതി കാണിക്കുന്ന സമയത്ത് മാത്രം നമ്മളെ ശ്രദ്ധയിലേക്ക് വരുന്ന അതിൻ്റെ ടോണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കാഴ്ചയെ ബാധിക്കുന്നില്ല, നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു സിനിമ വേറൊരു രീതിയിൽ ചിന്തിക്കാനായിട്ട് അതിൻ്റെ ഡയറക്ടർക്ക്, അതിൻ്റെ എഴുത്തുകാരന് പറ്റിയില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞതാണ്. നമുക്കിത് വേറൊരു രീതിയിൽ കാണാനും പറ്റില്ല. അത്തരത്തിലുള്ളൊരു ഗംഭീരമായിട്ടുള്ള ആവിഷ്കാരമാണ് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ പറയേണ്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തെ കൊടുമൺ പോറ്റി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന മമ്മൂട്ടിയാണ്. ഒരു രക്ഷയില്ല. മമ്മൂട്ടിയുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, ഇതുവരെ കണ്ടതിൻ്റെ അപ്പുറത്തുള്ളൊരു പെർഫോമൻസ്. എത്ര പറഞ്ഞാലും മതി വരത്തില്ലാത്ത തരത്തിലുള്ള പെർഫോമൻസ്, ഒരു രക്ഷയില്ല, നമിച്ചു കൊടുക്കുന്ന പെർഫോമൻസ്, ഒന്നും പറയാനില്ല. ഈ ഒരു സിനിമയിലെ ബാക്കി എലമെന്റുകളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക. കാരണം അതിനൊന്നും അത്ര ഗ്രേറ്റ് ആയിട്ട് പറയേണ്ട തരത്തിലേക്ക് എനിക്ക് തോന്നാത്തത് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിനയം കണ്ടിട്ടായിരിക്കും. എക്സ്പ്രഷൻസ് ഒക്കെ മാറി മറയുന്നത് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. സിനിമയുടെ അവസാന ഭാഗത്തിലേക്കൊക്കെ വരുമ്പോഴത്തേന് മമ്മൂട്ടിയുടെ ഫേസിനകത്തുനിന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ഭാവങ്ങൾ ഇങ്ങനെ മാറുന്നത് കാണണം. ആദ്യം ഒരു ചെറിയ സ്നേഹ ശൃംഗാര ഭാവം, അതിനുശേഷം വാത്സല്യം, ഭയങ്കരമായിട്ട് സൗമ്യമായിട്ടുള്ളൊരു ഭാവം, അത് കഴിഞ്ഞിട്ട് ഒരു സംശയം, ഭീതി, അത് കഴിഞ്ഞിട്ട് ആ ഒരു രൗദ്രഭാവത്തിലേക്കൊക്കെ വളരെ സിമ്പിളായിട്ട്, എനിക്ക് ആ ഒരു ഭാവങ്ങളുടെ പേരൊന്നും എടുത്ത് പറയാൻ അറിയില്ല, എൻ്റെ വളരെ എളിയ കാഴ്ചയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതിങ്ങനെ മാറി മറിയുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ നമിച്ചു പോയി. ശരിക്കും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുപോലൊരു കഥാപാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വേറെ ആളുകളുണ്ടോ എന്നുള്ളത് സംശയമാണ്. അമ്മാതിരി ഗംഭീരമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് പെർഫോം ചെയ്ത് വേറെ റേഞ്ചിൽ എത്തിച്ചു. ഈ ഒരു സിനിമയിൽ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരൊറ്റ ഫാക്ടർ ഉള്ളത് മമ്മൂട്ടിയാണ്. ഓവറായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇത്തിരി എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള ചങ്ങായാണ് ഞാൻ, പലപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കഥയെക്കുറിച്ചിട്ട് പറയണമല്ലോ. കഥയെക്കുറിച്ചിട്ട് പറയുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ സംഭാഷണങ്ങൾ, തിരക്കഥ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ടി ഡി രാമകൃഷ്ണനും രാഹുൽ സദാശിവനും ചേർന്നിട്ടാണ്. ടി ഡി രാമകൃഷ്ണൻ എഴുതിയിരിക്കുന്ന സംഭാഷണങ്ങൾ ചിത്രത്തിൽ പെർഫെക്റ്റ് ആണ്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ പെർഫോമൻസ് മമ്മൂട്ടിക്ക് അത്ര നല്ല രീതിയിൽ നടത്താൻ പറ്റിയത് ആ ഒരു ഡയലോഗുകൾ കാരണമായിരിക്കും. അമ്മാതിരി പഞ്ചുള്ള ഡയലോഗുകളാണ്, മറ്റേ മാസ് പഞ്ച് ഡയലോഗുകളല്ല, നമ്മളുടെ കാതിലിങ്ങനെ കേൾക്കുന്ന, നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാനൊക്കെ തോന്നുന്ന തരത്തിലേക്കുള്ള ഡയലോഗുകളാണ്. പക്ഷേ അതിൻ്റെ വാക്കുകളൊക്കെ ഇത്തിരി കട്ടിയാണ്, എന്നാലും നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന തരത്തിലേക്കുള്ള ഡയലോഗുകളാണ്. ചിത്രത്തിന് പെർഫെക്റ്റ് മാച്ചാണ്. ഇനി കഥയെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കഥ അത്ര വലിയ പുതുമയുള്ളൊരു കഥയൊന്നുമല്ല. ഇത് നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്ന ഒരു കഥയാണ്. നമ്മുടെ ഈ ചാത്തനും മറുതയും നമ്മളുടെ മുത്തശ്ശി കഥകളിലൊക്കെ ഉള്ള ആ ഒരു സെയിം സിറ്റുവേഷൻ അതേപടി തന്നെയാണ് ഇതിൻ്റെ കഥയിലേക്ക് വരുമ്പോഴത്തേന്. അത് എടുത്തിരിക്കുന്ന ആ ഒരു ആവിഷ്കാര രീതി മാത്രമാണ് വ്യത്യാസം, അതിൻ്റെ ആ ഒരു ശൈലി മാത്രമാണ് വ്യത്യാസം. അവിടെയും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ്. ഇത് മമ്മൂട്ടി അല്ലാതെ വേറൊരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ആ രീതിയിലേക്ക് എത്തിക്കാൻ സംവിധായകന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ട്രെയിലറിലെ സിനിമയിൽ നമ്മൾ കേട്ട ബ്രഹ്മയുഗം, കലികാലത്തിന് മുൻപുള്ള ബ്രഹ്മയുഗം, മമ്മൂട്ടി പറയുന്ന ആ ഒരു ബ്രഹ്മയുഗം, അപ്പോൾ ഇപ്പോൾ കലികാലമാണ്. ഈ കലികാലത്തുണ്ടല്ലോ, പ്രഭാതകാലത്തും സായങ്കാലത്തും നമ്മൾ കേൾക്കേണ്ട കുറച്ച് ഓഡിയോ ബുക്കുകളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കുക്ക് ഓഫ് ആപ്പിലാണ് ആ ഒരു ഓഡിയോ ബുക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. ഈ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് പിന്നീട് കേൾക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓഡിയോ ബുക്കായിട്ട് എനിക്ക് തോന്നിയത് പ്രേതഭൂമിയാണ്. എസ് കെ പൊറ്റക്കാടിൻ്റെ 5 കഥകളുടെ സമാഹാരമാണ് ആ ഒരു ഓഡിയോ ബുക്കിലുള്ളത്. പ്രൊഫസർ അലിയാറാണ് ഈ ഒരു ഓഡിയോ ബുക്കിൻ്റെ അവതരണം. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ആഖ്യാനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. കലികാലമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ദിവസങ്ങളിൽ കുക്ക് ഓഫ് ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് 60% ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ അടിക്കേണ്ട കോഡ് LOVE60 ആണ്. ഫെബ്രുവരി 16 വരെ LOVE60 കൂപ്പൺ കോഡാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. 60% ഓഫർ, 39 രൂപയ്ക്ക് 10,000 പുസ്തകങ്ങൾ ഓഡിയോ ബുക്കുകളായിട്ട് കേൾക്കാം എന്നുള്ളതാണ് കുക്ക് ഓഫ് നൽകുന്ന ഒരു വാഗ്ദാനം. വായന ഇഷ്ടപ്പെടുന്ന ആളുകൾ, എന്നാൽ ഇരുന്ന് വായിക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഓഡിയോ ബുക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെ കേൾക്കാനായിട്ടും അറിയാനായിട്ടും ആസ്വദിക്കാനായിട്ടും ഒക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി കുക്ക് ഓഫ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ബ്രഹ്മയുഗത്തിൻ്റെ ആസ്വാദന അനുഭവത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയുടെ അമിതഭാരം അതങ്ങോട്ട് വിട്ടേക്ക്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമയല്ല കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ പ്രതീക്ഷയുടെ അമിതഭാരത്തിൻ്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, ഇതിനകത്ത് ഹൊറർ എലമെൻറ്റുകൾ ഒത്തിരി ഉണ്ടാവും. കാരണം രാഹുൽ സദാശിവൻ്റെ ചിത്രമാണ്,
ടൈം ലൂപ്പ് കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രതീക്ഷകൾ മാറ്റി വെച്ചേക്കുക. അങ്ങനെയുള്ള ഒരു മൂഡിലല്ല നിങ്ങൾ ഈ ഒരു ചിത്രം കാണാൻ വേണ്ടി പോകുന്നത്. ഇത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂഡാണ് നിങ്ങൾക്ക് നൽകുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലാഗോ ഒരു ബോറടിയോ ഒക്കെ ഫീൽ ചെയ്തിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആ ഒരു കഥയുടെ ഒരു രീതിയിലേക്കും അതിൻ്റെ ഒരു പ്രസൻറ്റേഷനിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബോറടി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറി കിട്ടും. 3 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് സിനിമയുടെ ഭൂരിഭാഗ സമയത്തും കഥ പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ് അതിനകത്തെ ആ ഒരു ലാഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സംഭാഷണങ്ങളും ഇതിൻ്റെ ആ ഒരു പിക്ചറൈസേഷനും ബാക്കി കാര്യങ്ങളൊക്കെ കാരണം അതെല്ലാം അങ്ങോട്ട് കവറപ്പായി പോകുന്നുണ്ട്. സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ 3 ആളുകൾ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ. നമുക്കറിയാം ആ ഒരു കാസ്റ്റിങ്ങിനെ മാറ്റി നമുക്ക് വേറെ ആൾക്കാരെ ചിന്തിക്കാനായിട്ട് പറ്റില്ല. അർജുൻ അശോകൻ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ പെർഫെക്റ്റ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അത്ര നൈസായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. 3 ക്യാരക്ടറുകൾ എന്ന് പറയുമ്പോൾ വേറെ 2 സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ മണികണ്ഠൻ ആചാര്യ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം, അതേപോലെ തന്നെ സ്ത്രീ കഥാപാത്രം നമ്മൾ കണ്ടാണല്ലോ, ഇന്റർവ്യൂവിലൊക്കെ കണ്ടത്. അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയിലുള്ള റോൾ എന്ന് പറയുന്നത് അത്രയധികം ത്രൂ ഔട്ട് ഇല്ലാത്ത റോളുകളാണ്. അവർക്ക് ചിത്രത്തിൽ മെയിനായിട്ടുള്ള ഒരു റോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ 3 ക്യാരക്ടറുകൾ എന്ന് പറഞ്ഞത്. ആ ഒരു 2 കഥാപാത്രങ്ങൾ എനിക്കിപ്പം ആദ്യത്തെ കാഴ്ചയിൽ തോന്നിയതായിരിക്കാം, രണ്ടാമത്തെ കാഴ്ചയിൽ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ആ 2 കഥാപാത്രങ്ങൾക്ക് എന്താണ് അത്ര പ്രാധാന്യം എന്നുള്ളതും എനിക്ക് അത്രയധികം ഒരു ഐഡിയ കിട്ടിയില്ല. ഈ ഒരു സിനിമയൊക്കെ ചിലപ്പോൾ 1, 2, 3 കാഴ്ചയിലൊക്കെ വേറെ മീനിങ് ഒക്കെ തരാൻ ശേഷിയുള്ള സിനിമകളായിരിക്കും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിൻ്റെ ആർട്ടിനെ കുറിച്ചിട്ട് കൂടെ പറയണമല്ലോ. ഈ ഒരു സിനിമയുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വലിയ പണി കുറച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണാണ്. അതിൻ്റെ ഒരു കൊച്ചു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കണ്ട ആളുകൾക്കറിയാം, ഈ ഒരു തറവാടിൻ്റെ ബാക്കിൽ കുറച്ച് വിറകൊക്കെ കയറിയിട്ടിട്ടുണ്ട്. ഒരു വിറക് വരെയോ ഏതാണ്ടൊക്കെ ഉണ്ട്. അത് കളറിലാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫീൽ ഉണ്ടാവും? ഒരു ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പോറ്റി പറയുന്ന ആ ഒരു കാലവും ആ ഒരു കാലത്തിൻ്റെ പ്രത്യേകതകളും ആ ഒരു ടോട്ടൽ സിറ്റുവേഷനും ഈ ഒരു കളറിലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലാതെ വേറെ കളറിൽ നമുക്കിത് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. അതേപോലെ ചിത്രത്തിൻ്റെ തുടക്കത്തിലും അതിൻ്റെ ക്ലൈമാക്സിലും ഒക്കെ ഒരു നേച്ചറൊക്കെ കാണിക്കുന്നുണ്ട്, വെള്ളച്ചാട്ടം കാര്യങ്ങൾ. അവിടെ ആ ഒരു ടോൺ എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് ഭയങ്കരമായിട്ടുള്ള വൈൽഡ് ഫീലാണ് നമുക്കത് കാണുന്ന സമയത്ത്. ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല. സിനിമാറ്റോഗ്രാഫി ഗംഭീരമാണ്. ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് വേറെ റേഞ്ചിലേക്കാക്കാൻ പറ്റുന്ന കുറേ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളും VFXൻ്റെ ചില കളികളുണ്ട്. അത് എല്ലാം ഗംഭീരമാണ്. ഷഹ്നാദ് ജലാലാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ഷഫീഖ്. മൊത്തത്തിൽ ആ 2 ഡിപ്പാർട്ട്മെൻറ്റുകളും ഗംഭീരമാണ്. എഡിറ്റിങ്ങിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കഥ പറച്ചിൽ രീതിയാണ്. 3 ക്യാരക്ടറുകൾ ഉണ്ടാവണം. അപ്പോൾ 3 ക്യാരക്ടറുകളുടെ ഒപ്പം തന്നെ നമ്മളെ അതിനകത്തേക്ക് ഇന്നാക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഉള്ള എഡിറ്റിംഗ് ആണ്. ക്യാമറ ആൻഡ് എഡിറ്റിംഗ് ആണ്. അത് ഭംഗിയായിട്ട് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട ഇതിനകത്തെ മറ്റൊരു ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സംഗീത സംവിധാനമാണ്. ക്രിസ്റ്റോ സേവർ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അതേപോലെ ഇതിനകത്ത് 1-2 പാട്ടുകളുണ്ട്. വലിയ വാദ്യ മേള ആഘോഷം വെച്ചിട്ടുള്ള പാട്ടൊന്നുമല്ല. ഈ അർജുൻ അശോകൻ ലിപ്പ് കൊടുത്തിരിക്കുന്ന കുറേയധികം പാട്ടുകൾ അത് അടിപൊളിയാണ്. അത് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് ആഗ്രഹം തോന്നുന്ന തരത്തിലേക്കാണ്. 139 മിനിറ്റുള്ള ചിത്രമാണ്. ഒരു എക്സ്പെരിമെന്റ് മൂവി എന്നുള്ള രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള അപ്രോച്ചുകൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ കളറിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആക്കുന്ന സമയത്താണ് നമുക്ക് അതിനകത്ത് ഒരു എക്സ്പെരിമെന്റ് അപ്രോച്ച് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ കഥയൊക്കെ ഭയങ്കര ടിപ്പിക്കലാണ്. ഇതിനകത്ത് ക്യാരക്ടർ പെർഫോമൻസുകൾ കൊണ്ടാണ് ഈ ഒരു സിനിമ ഒരു മികച്ച സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു ആവറേജ് ടിപ്പിക്കൽ ക്ലൈമാക്സ്, എക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിൻ്റെ ക്യാരക്ടർ പെർഫോമൻസുകളാണ്. ഇത് മലയാളത്തിലെ പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കും. ആ ഒരു പരീക്ഷണം നടത്താനായിട്ടുള്ള സാധ്യത ഇവിടെയുണ്ട്. അതാണ് മലയാള സിനിമ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യാനായിട്ടും ആ പരീക്ഷണങ്ങൾക്ക് നിന്നു കൊടുക്കാനായിട്ടും ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂ ഇവിടെ ഉണ്ട്. ആക്ടേഴ്സ് ഉണ്ട്, ആക്ട്രസുകളുണ്ട്. അടിപൊളിയാണ്. ഈ ഒരു സിനിമയുടെ മൂഡ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു മൂഡ് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു സിനിമ പോയി കാണുക. കണ്ട ആളുകൾ അഭിപ്രായം പറയുക. ഉറപ്പായും നിങ്ങൾ മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.